വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങൾക്ക് മോശപ്പെട്ട കമൻ്റ് എഴുതാം, നിങ്ങൾക്ക് പ്രതികരിക്കാം, ചീത്ത പറയാം, അതൊക്കെ നിങ്ങളെ വ്യക്തിത്വത്തിൽപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ നന്നാവാൻ നിങ്ങൾ നന്നാവില്ല. അപ്പം അതുകൊണ്ട് അഖിലു ബൈത്തിനെ പോലെ നിങ്ങൾ വിമർശിക്കരുത് അല്ലേ? അല്ല, നൂറെ ഹബീബിന് മുത്തുമണികളുണ്ട്, മറ്റുള്ളവരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ ഇങ്ങനെ ആക്കിയത് നൂറെ ഹബീബിന് മുത്തുമണികളാണ്. എനിക്കൊരു വിഷമം വരുമ്പോൾ കരയാനോരുണ്ട്, എനിക്കൊരു സങ്കടം വരുമ്പോൾ, എനിക്കൊരു സാമ്പത്തിക എല്ലാത്തിനും എൻ്റെ ബാക്കിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്തില്ല, ഇതുവരെ തളർന്നിട്ടില്ല. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറായ കൊടക്കാട്, നമ്മുടെ എന്താ പറയുക, നാട്ടുകല്ല് കൊടക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ താഴെ, നമ്മളെ സമതങ്ങളുടെ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞ സംഭവമായിരുന്നു, നമുക്ക് ഹാമിദ് തങ്ങളെ ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് വീഡിയോൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ടാസ്കുള്ളൊരു കാര്യമാണ്. എങ്കിലും ഞാൻ വല്ലാതൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ ആളെ നമ്മൾ വീഡിയോൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവസരം നമുക്ക് കിട്ടി. പെട്ടെന്നായിരുന്നു, ഒരു 10 മിനിറ്റ് മാത്രമാണ് നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇതാ ഹാമിദ് തങ്ങളുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷണം അനുസരിച്ച് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ഹാമിദ് തങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ, അത് മാത്രമല്ല ഇവിടെ ഒരു സമൂഹ വിവാഹമൊക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ, അതോടൊപ്പം തന്നെ സമ്മതങ്ങൾ നമ്മൾ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. അപ്പോൾ ഞാൻ എന്നുള്ളത് കണ്ടോ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ വീട് എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നല്ല ഒരു ക്ലൈമറ്റ്, നല്ലൊരു സ്ഥലത്ത്, അടിപൊളി ഒരു കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ വീട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ വീടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിരുന്നു കണ്ടുവെക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ ലൈക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വാ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തങ്ങളെ നമ്മളിതാ ചാനലിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അതുപോലെ തന്നെ വളരെ യാദൃശ്ചികമായിട്ട് കിട്ടിയെന്ന് പറയാം. അൽഹംദുലില്ലാ തങ്ങളെ ഞങ്ങളെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, വെൽക്കം ഇൻഷാല്ലാ. പിന്നെ തങ്ങൾ ഒരുപാട് വീഡിയോ തങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഒരുപാട് കണ്ടു, തങ്ങൾ പുതുതായിട്ട് കല്യാണങ്ങൾ വീണ്ടും ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് അതൊന്ന് പറയും. ഇപ്പോൾ നമ്മൾ 50ഓളം കുട്ടികളെ കല്യാണം ചെയ്തു കൊടുത്തു. വളരെ പാവപ്പെട്ട നിർദ്ധരായ കുടുംബങ്ങളാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ തുടങ്ങാനുള്ള കാരണം നമ്മൾ 17 എത്തിയ മക്കൾക്ക് വീട് വെച്ച് കൊടുത്തു, സ്ഥലവും വീടും, വളരെ പാവപ്പെട്ട എത്തിയ മക്കൾക്ക്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണ് കല്യാണ വിഷയങ്ങൾ നമ്മളടുത്ത് എത്തിപ്പെട്ടത്. വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ്, എത്തിയ മക്കളുണ്ട്, അഗതികളുണ്ട്, അനാഥ. ഇപ്പോൾ 50 കുട്ടികളെ കെട്ടിച്ചു. ഡിസംബർ ഇൻഷാ അല്ലാഹ് 29-ാം തീയതി ഇനി 20 കുട്ടികളെ കല്യാണമാണ്. 20 മക്കൾ. അതിൽ 4 ഹിന്ദു കുട്ടികളും ബാക്കിയുള്ളത് മുസ്ലിം കുട്ടികൾ. അതുപോലെ തന്നെ അത് ആയിരക്കണക്കിന് ലെറ്റർ വരും, അതിൽ നിന്ന് നമ്മൾ 20 പേരെ സെലക്ട് ചെയ്യും. അപ്പോൾ തങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ സെലക്ട് ആക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? അത് നമ്മളവിടെ മഹല്ല് കമ്മിറ്റി, അതുപോലെ തന്നെ അവിടെ നാട്ടുകാർ, അതുപോലെ തന്നെ പിന്നെ നൂറെ ഹബീബിൻ്റെ കുറച്ച് അടിമമാരുണ്ട്, മുത്തുമണികൾ. അവർക്കറിയാം ഇവർ പാവപ്പെട്ടവരാണ്. അവർ പറഞ്ഞാൽ പിന്നെ അപ്പീലും ഇല്ല. നൂറെ ഹബീബിൻ്റെ അടിമമാർ മുത്തുമണികൾ പറഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണം നമുക്ക് എന്തില്ല. കാരണം അത്രയും പാവപ്പെട്ടവരെയാണ് അവരെന്ത് ചെയ്യണേ, അവരാണ് ഇത് ക്വാളിഫൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അത് വീഡിയോ കാണാൻ കുറെ ആൾക്കാരെല്ലാം അഡ്മിമാരുണ്ടാവും. വാക്കുകളാണ്. അപ്പോൾ ഞാൻ തങ്ങളെ ഇങ്ങനെ പരിചയപ്പെടാനും എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ള മെയിൻ കാരണം നമ്മളെ ഈ തങ്ങളെ വീഡിയോ ചെയ്ത സമയത്ത് അതിനടി വന്ന കമന്റുകളാണ്. അപ്പോൾ ഈ മുസല്ലയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. പല കാര്യങ്ങളിലും ഞാനും തങ്ങളും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കേട്ടുകൊണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നുണ്ട്. തങ്ങളത് കുറച്ചൊരു സമാധാനമായിട്ടുണ്ട്, ഇപ്പോൾ കുറേ സമാധാനമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെത് തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തങ്ങളടുത്ത് വന്നത് ഇപ്പോൾ 29, ഇപ്പോൾ ഇതിനിടയ്ക്ക് 30-ാം തീയതി ഞാൻ വന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നെ സ്വീകരിച്ചു, ചേർത്ത് പിടിച്ചു. പക്ഷേ തങ്ങളടുത്ത് വരാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളടുത്തേക്ക് പോകാൻ പൊതുവേ എനിക്കൊരു പേടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്ന അന്നും ഞാൻ ആദ്യമായിട്ട് ഹാമിദ് തങ്ങളെ ശബ്ദം കേൾക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിൽ വിസയും ടിക്കറ്റും ഒന്നുമില്ലാതെ എടുത്തു തരാമെന്ന് പറഞ്ഞ ആൾ എന്നെ കൈ കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ അവിടുന്ന് ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിലാണ്
പിന്നെ ഞാൻ വളരെ വിഷമത്തോടു കൂടി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നേരെ അവിടുത്തെ ഒരു മക്കാമ് പോയി സങ്കടം പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു. അതിനുശേഷം ഒരാൾ ഏറ്റെടുക്കുകയും അതിന് ഫോൺ ഞാൻ റൂമിലിട്ടിട്ടാണ് പോയിരുന്നത്. അതിനുശേഷമാണ് തങ്ങൾ ഒരുപാട് വിളിച്ചത്. തീർച്ചയായിട്ടും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ സമയത്ത് വേറെ ആരും ഏറ്റെടുത്തു. അതെ 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 അതെ. അപ്പോൾ അപ്പോഴും ഞാൻ തങ്ങൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ തങ്ങളെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ കാണാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കൽ ഞാൻ കാണാൻ വന്നപ്പോൾ തങ്ങൾ നല്ല തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരിക്കൽ വന്നപ്പോൾ പിന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അപ്രതീക്ഷിതമായിട്ട് ഞാൻ പറഞ്ഞു അന്ന് പോകണ്ടെന്നുള്ളത് പറഞ്ഞിട്ടും പിന്നെ ഇവരൊക്കെ കേൾക്കാതെ എന്നെ വീണ്ടും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അന്നും തങ്ങൾ ലൈവിലാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ലൈവിൽ ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നുള്ളത് പടച്ചവനെ ഓർത്തിട്ടില്ല. തങ്ങളൊരു അഹ്ലുബൈത്താണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അഹ്ലുബൈത്തിനെ ആര് നിന്ദിച്ചാലും റബ്ബ് ഓല വിടൂല. അഹ്ലുബൈത്ത് ഓല് റസൂലുള്ളാഹി തങ്ങളെ പേരക്കുട്ടികളാണ്. ഓല് നമ്മളെ കാണാൻ വന്നത്. നമ്മൾ ആ വകുപ്പ് തന്നെയാണ്. എന്നെ കൊണ്ട് വയസ്സ് കൊണ്ടൊക്കെ മൂപ്പരെ മൂപ്പരെ ബഹുമാനിക്കലിന്റെ കടമയാണ്. ഞങ്ങൾ വലിയപ്പോ താഴ്മയോടെ നിന്ന ആളാ. തീർച്ചയായിട്ടും ആ താഴ്മ ഞങ്ങൾക്കും വേണം അല്ലേ? തീർച്ചയായിട്ടും. എന്നാലല്ലേ ഞങ്ങള് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയാവുള്ളൂ. ഇത്രയേറെ എന്നെ വേട്ടയാടിയിട്ടും അല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ? തീർച്ചയായിട്ടും അല്ല ഉയർത്തുക എന്നല്ലാതെ ഇതുവരെ പരാജയപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമ്മളെ താഴ്മയാണ്. നമ്മള് പട്ടിണി കടന്നോലാണ്, വിഷമിച്ചോലാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ഇപ്പൊ നമുക്ക് റബ്ബ് കുറച്ച് മുതൽ തന്നു എന്ന് വിചാരിച്ച് നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മറക്കാൻ കഴിയില്ല, മറക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഞാൻ ലൈവിലുള്ളപ്പോഴും തങ്ങൾ വന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങൾക്ക് മോശപ്പെട്ട കമന്റ് എഴുതാം, നിങ്ങൾക്ക് പ്രതികരിക്കാം, ചീത്ത പറയാം. അതൊക്കെ നിങ്ങളെ വ്യക്തിത്വത്തിൽപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ നന്നാവാൻ പറഞ്ഞാൽ നന്നാവില്ല. അപ്പം അതുകൊണ്ട് അഹ്ലുബൈത്തിനെ പോലെ നിങ്ങൾ വിമർശിക്കരുത്. പ്രത്യേകിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മൊയ്ലിയന്മാരാണ്. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മൊയ്ലിയന്മാരാ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഏറ്റവും കൂടുതൽ നരകത്തിൽ കിടക്ക ആലിമങ്ങളും പണ്ഡിതന്മാരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെ തളർത്തി. ആ തളർച്ചയിൽ നിങ്ങൾ തുള്ളി പോലും തളർന്നില്ല. പകരം തിരിച്ച മുഖവുമായി ഇപ്പോഴും നിൽക്കുന്നു. അതിൻ്റെ ഒരു രഹസ്യം അത് പറയാം. ഞങ്ങളെ അല്ല, നൂറെ ഹബീബിന് മുത്തുമണികളുണ്ട്, മറ്റുള്ളവരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ ഇങ്ങനെ ആക്കിയത് നൂറെ ഹബീബിന് മുത്തുമണികളാണ്. എനിക്കൊരു വിഷമം വരുമ്പോൾ കരയാനോരുണ്ട്, എനിക്കൊരു സങ്കടം വരുമ്പോൾ, എനിക്കൊരു സാമ്പത്തിക എല്ലാത്തിനും എൻ്റെ ബാക്കിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്തില്ല, ഇതുവരെ തളർന്നിട്ടില്ല. പിന്നെ അതുമല്ല, ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വരാത്ത ആളുകൾ കുറവാണ്. അന്വേഷിച്ചാൽ മനസ്സിലാവും. 3.5 ഏക്കർ സ്ഥലം ഇപ്പം ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. 3.5 ഏക്കർ. അതും നൂറെ ഹബീബിൻ്റെ മുത്തുമണി ഒരുപാട് അടിമന്മാരൊക്കെ മറ്റുള്ള ആളുകളെടുക്കുന്നൊക്കെ ഞങ്ങൾ ഒരാളിത് പോയി പിരിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന പൈസ നമ്മളെ മജ്‌ലിസിൽ നിന്ന് കിട്ടുന്ന പൈസ. ഇപ്പോൾ നമ്മൾ വീണ്ടും 2 ഏക്കർ സ്ഥലം ഉമ്മമാരെ നോക്കാൻ, അതുപോലെ തന്നെ ഹിഫ്ള് കോളേജ് അതിന് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും നമ്മളെന്തില്ല, പൈസകൾ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ ആരെയൊക്കെ നമ്മൾ പിരിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് പിരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ചോദിച്ചാൽ വാരിക്കോരി കൊടുത്തു തരാൻ എന്തുണ്ട് ആളുകൾ. അത് റബ്ബ് തന്നൊരു നിഅമത്ത്. തങ്ങളെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലോഗർമാർ, സോഷ്യൽ മീഡിയ വർക്കേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഈ ചോദിക്കുമ്പോൾ ഞാനും ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നുള്ള തങ്ങൾക്കുള്ള ഈ അറ്റാക്കിനെ കുറിച്ച് എന്താ പറയല്ലേ? അതൊക്കെ നമുക്ക് എന്നെ ഇങ്ങനെ ആക്കിയത് ശരിക്കും യൂട്യൂബർമാരാ. അതും ഹേറ്റേഴ്സാണ്. എന്നെ സത്യം പറയാലോ, എൻ്റെ വിജയം എന്നെ ഉയർത്തിയത് യൂട്യൂബർമാരാണ്. എന്നെ അറിയാത്ത ആളുകൾ, എന്നെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവമുണ്ട്. എന്നെക്കുറിച്ച് മോശമായി വീഡിയോ ഇട്ടു. പക്ഷെ ആ മോശമായി വീഡിയോ ഇട്ട ആളുകളൊക്കെ എൻ്റെ നന്മകളായ വീഡിയോകളും കണ്ടു. അപ്പോൾ അവർക്ക് തോന്നി തങ്ങളെക്കുറിച്ച് നുണ പറയാണ്, കളവ് പറയാണെന്ന്. അപ്പോൾ എന്തായിട്ട് അവർ കാരണം കുറേ ആളുകൾ എനിക്ക് സപ്പോർട്ട് വന്നു. സബ്സ്ക്രൈബ് 6 ലക്ഷത്തിൽ ചില സബ്സ്ക്രൈബ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ നമ്മൾ പിന്നെ അവരൊന്ന് പറയുമ്പോൾ ചിലതിന് മറുപടി പറയാറില്ല. പിന്നെ ആര് എന്ത് വിമർശിച്ചാലും നമുക്ക് നാളെ ഒരു ലോകമുണ്ട്. ഇതല്ല ലോകം. ഈ ദുനിയാവ് നമുക്കൊരു ലോകമല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പം ഞാൻ തങ്ങളല്ല എന്ന് പറഞ്ഞു, ഈ മനുഷ്യനും തങ്ങളല്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ തങ്ങളെ അതിലൊന്നും നിങ്ങൾ വിഷമിക്കരുത്. ഒരുപാട് തങ്ങന്മാർക്ക് കബീല
അറിയില്ല. ഈ കബീലിനെ കുറിച്ചിട്ട് പണ്ട് വാപ്പപ്പാർ എഴുതി വെച്ചിട്ടില്ല. ഇതിലൊക്കെ ഇനിയിപ്പോൾ വിശദീകരണം വന്ന് നമ്മോട് ചോദിക്കണേ മണി പോലെ ഉത്തരം പറയാൻ നമുക്കുണ്ട്. നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ആലോചിച്ചിട്ട് നമ്മൾ പറയുള്ളൂ. ഒരുപാട് ആളുകൾ വാപ്പപ്പാർ കബീല എഴുതി വെച്ചിട്ടില്ല. പിന്നെ ചില ആളുകളുടെ കബീല പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഓല് മാത്രം തങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊന്നും ഇതില്ല, കാര്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എന്നെ ഞാൻ തങ്ങളല്ലാന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു. ഒരുപാട് തെളിവുകൾ വന്നു. അപ്പൊ പിന്നെ ഓൽക്ക് പറയാനൊന്നുമില്ല. ഇപ്പൊ തങ്ങളടുത്ത് ഞാൻ ഉമ്മാനെയും പെങ്ങന്മാരെയും എൻ്റെ ഭാര്യനെയൊക്കെ കൊണ്ടുവരാനുള്ള കാരണം എന്താ അറിയോ? ചോദ്യം വന്ന അതിനൊരു മറുപടി. ആ ഉമ്മ പോലും ഈ വീഡിയോയിലൂടെ എൻ്റെ ഉമ്മാനെയും പെങ്ങളെയും പോലും ഞാൻ എൻ്റെ വീഡിയോന്റെ മുന്നിൽ എത്തിച്ചു. ഇന്ന് വരെ എത്തിക്കാത്ത എൻ്റെ പെങ്ങളെയും ഉമ്മാനെ വരെ എത്തിക്കേണ്ട കാരണം തെറ്റാണ് തങ്ങളെ. പക്ഷേ നിങ്ങൾ മൂപ്പര് തങ്ങള എന്നുള്ളത് മൂപ്പര് എമ്മി വാപ്പയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾ ബോധ്യപ്പെടുക്കേണ്ട അവസ്ഥ മൂപ്പരിക്കില്ല. എന്നിരുന്നാലും അല്ല, അതിനൊന്നും നമ്മള് മറുപടി ആരോട് പറയാല്ല. തങ്ങളെ ഒരു കാര്യം കൂടെ, നമ്മളൊരു സംശയം ആൾക്ക് ആഗ്രഹം ഉണ്ടാവും. തങ്ങളെ ഏത് സമയത്തൊക്കെ വന്നാലാണ് കാണാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ലൈവിൽ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് തങ്ങളെ കാണാനുള്ള സമയം ഏത് സമയത്താണെന്നുള്ളത് എന്നാൽ ഒരുപാട് ആൾക്കാർ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്രമീകരിക്കാൻ പറ്റുന്ന വരും. അത് റബ്ബ് തന്നൊരു നിയമത്താണ്. ഇപ്പൊ നിങ്ങൾ ചോദ്യം ഉണ്ടല്ലോ, അതിനിപ്പോ നിങ്ങൾക്ക് അറിയാലോ, മജ്‌ലിസിൽ വന്ന എൻ്റെ വീട്ടിൽ അടുപ്പ് കെടാറില്ല, എൻ്റെ വീട്ടിൽ ആള് ഒഴിവാകാറില്ല. അപ്പോ രാവിലെ മുതൽ രാത്രി 10 മണി വരെ ബിസി ആയിരിക്കും. അള്ള തന്ന നിയമത്താണ്. ഈ നിയമത്ത് എല്ലാ തങ്ങന്മാർക്കും ഉസ്താദുമാർക്കും അള്ളാഹു കൊടുക്കട്ടെ. എനിക്ക് ഈ വീഡിയോ കാണുന്ന നമ്മൾ അനുകൂലിക്കുന്ന എല്ലാവരോടും, ഇനി വിമർശിക്കുന്നവരായിക്കോട്ടെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക, നമ്മളൊക്കെ നിങ്ങൾ എത്ര വളരെ വിമർശിച്ചോളൂ, സന്തോഷമുള്ളൂ. പക്ഷേ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു പാവപ്പെട്ടൊരു തങ്ങളാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ ഭാഗത്തുനിന്ന് ഉസ്താദുമാരോടായിക്കോട്ടെ എല്ലാവരോടും പറയാം, മോശപ്പെട്ടൊരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഈ നമ്മൾ ഈ കമൻറ്റ് എഴുതുമ്പോൾ ഇതൊക്കെ നാളെ റബ്ബിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും, ഉണ്ടല്ലേ? സമാധാനം പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അനുകൂലിച്ചില്ല, എന്തിനാണ് വിമർശിക്കുന്നത്? അപ്പം അതുകൊണ്ട് വളരെ വിനയത്തോടെ ഇൻഷാ അല്ലാഹ് തങ്ങൾ പറഞ്ഞതിനോട് തങ്ങളൊന്ന് ഇരുന്ന് തന്നാൽ എനിക്കൊരുപാട് സന്തോഷമായിരുന്നു. അതൊരു അഹ്ലു ബൈത്ത പിന്നെ പീഡക്കൊലായ്മലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തൊന്നും കടന്നിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നല്ല ഏച്ചിട്ടൊക്കെ അത് ശരിയില്ല. അഹ്ലു ബൈത്തിനെ ആരാണ് സ്നേഹിക്കുന്നത്? ഒരു സ്വർഗത്തിലാണ്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും, ഇവരൊന്നും നമ്മളോട് തണ്ടേണ്ട ആളുകളല്ല. ഇതിനൊക്കെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ നെവർ മൈൻഡ് ചെയ്യാതെ ഉള്ള ആളുകളുണ്ടല്ലോ, നാളെ പഠിച്ചോട് സമാനം പറയേണ്ടി വരും. ഒരു മുസല്ലല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും പിന്നെ തങ്ങൾ കരയാന്ന്, അതിനോടൊക്കെ ഞാനെതിരാണ്. ഞാനിപ്പോൾ ഒരുപാട് വിമർശനം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആരും മുന്നിൽ കരഞ്ഞിട്ടില്ല, ഒരുപാട് വിഷയങ്ങൾ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ നിങ്ങളെ ഗൂഗിൾ പേ റെഡിയാണല്ലോ അല്ലേ? എല്ലാവരും ഇൻഷാ അല്ലാഹ് ഓരോ മുസല്ല വാങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർ നിസ്കരിക്കുന്ന ഒരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ഇനിയിപ്പോൾ പല ആളുകളും പലതും പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ സന്തോഷമുള്ളൂ. എല്ലാവർക്കും അല്ലാഹു, എഴുതുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു, എഴുതാത്തവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാണ്. സമയം വളരെ കുറവാണ്. എന്നാലും ഇവർ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ദൂരത്ത് നല്ല നിങ്ങൾ ഓടി വരുന്നതില്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ പിന്നെ കടം വീടിയ പിന്നെ നിങ്ങളെ മുമ്പിൽ മൂപ്പര് കൈ നീട്ടൂല, വിഷമം കൊണ്ടാണ് കൈ നീട്ടുന്നത്. അള്ളാഹു ഉള്ള സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. വളരെ അതൊക്കെ നമ്മൾ അറിയിക്കും ഇൻഷാ അല്ലാഹ്. പ്രയാസപ്പെട്ടവരൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഡിസംബർ 29-ാം തീയതി 10-20 മക്കളെ കല്യാണമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ക്ഷണിക്കും. അള്ളാഹു ബർക്കത്ത്. സംഭവത്തിൽ ഈ വീട് കാണട്ടെ. നമ്മൾ ഒരു പ്രത്യേക ഒരു മാതൃകയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ, ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. തങ്ങളെന്താ ആക്തി തങ്ങളെ വീട്ടിലേക്ക് തങ്ങളെ ഞാൻ തന്നെ കയറ്റുക. അതാട്ടോ നമ്മൾ തങ്ങളെ വീട് നേരെ ഒരു ദിവസം
ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണിത്. ഇതാണ് നമ്മളെ മെയിൻ ഏരിയ അല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് സങ്കടം പറയുന്നതും എല്ലാം പറയുന്ന ഏരിയ ആണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള സംഗതി വെച്ചാൽ കുറച്ച് കിതാബുകളുണ്ട്, അതോടൊപ്പം തന്നെ തങ്ങളെ കുറച്ച് ഫോട്ടോസ്, തങ്ങളിരിക്കുന്ന സ്ഥലം, അതുപോലെ കുറച്ച് റെസിപ്റ്റുകൾ, ഇതൊക്കെ എന്താ ഒരുപാട് റെസിപ്റ്റുകൾ ഉണ്ടല്ലോ. അതായത് കഴിഞ്ഞപ്പോൾ ഇതിൽ വല്ല സ്വർണ്ണം വല്ലതും ഉണ്ടാവോ? ഓക്കെ, തങ്ങളത് സംഗതി വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ഒരു ഫീലാണ് വീടിനകത്ത്. തങ്ങളെ വീട് എന്തായാലും ഒരു ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട ഒരു വീട് അങ്ങനെ തന്നെ പറയാം. ഇവിടുത്തെ രീതി പറഞ്ഞാലേ ഇവിടെ വീട് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ പിന്നെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മണി വരെ നമുക്ക് സമയമുണ്ട് തങ്ങളെ കാണാൻ. ലൈവ് കഴിഞ്ഞാൽ ഉടനെ അല്ലേ? ലൈവിൽ നമുക്ക് പിന്നെ പറ്റില്ലല്ലോ. തങ്ങളെ ഞാനൊരു വ്ളോഗർ ആയതുകൊണ്ട് ചോദിക്കുക, ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുക, തങ്ങൾ ആ ഒരു ലൈവിൻ്റെ റൂം തന്നെ ഒന്ന് കാണിക്കുമോ? സ്റ്റുഡിയോ എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹം, എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തങ്ങൾ ആ സ്റ്റുഡിയോ ഒന്ന് കാണാൻ ആഗ്രഹം. തങ്ങളുടെ ലൈവ് റൂം നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോട്ടോ. ഇതാണ് നമ്മുടെ ലൈവ്. അപ്പം ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകൾ ലൈവ് കാണുന്ന തങ്ങൾ ഇതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. മാഷാ അല്ലാഹ്, ആ ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഇതാണ് സെറ്റപ്പ് കേട്ടോ. സംഗതി തങ്ങളുടെ ആ ഒരു എന്താ പറയുക മുഖം നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് ഇവിടെ നിന്നാണ്. ഒരു ഗ്രീൻ സ്ക്രീന്, ഒരു മൈക്ക്, ഖുർആനുകൾ, അതുപോലെ തന്നെ കുറേ ഏടുകൾ, അതുപോലെ തന്നെ തങ്ങളെ അടിപൊളി. ഇതേതാ ക്യാമറ? ഇതാണ് ആളല്ലേ? ഈ ക്യാമറ ഏതാ തങ്ങളെ? അതൊന്നും എനിക്കറിയില്ല. ലൂമിക്സിന്റെ ക്യാമറ, അടിപൊളി സംഭവം കേട്ടോ. അതൊന്നും അറിയില്ല. കുറച്ച് ബോക്സുകൾ, ഒരുപാട് വയറുകൾ. ചുരുക്കി പറയാം, ഇത് തങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടല്ലേ ഈ ഒരു സ്ഥലം. ഏതായാലും മാഷാ അല്ലാഹ് തങ്ങളെ, മാഷാ അല്ലാഹ്, തങ്ങളെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഈ മുസല്ല ഒരു സ്വതക്കയായിട്ട് ഒരു തങ്ങള്, മറ്റൊരു തങ്ങൾ, രണ്ടും ഒരേ കുടുംബക്കാര്. എന്തായാലും അതിൽ വെച്ച് സന്തോഷാണ്. കാരണം ഇദ്ദേഹം തന്നത് ഞാൻ എത്തൂല, എന്നാലും അള്ളാഹു അനുഗ്രഹിച്ച് കാട്ടിത്തന്ന ഈ മാർഗം എന്റെ അനുജനായിട്ടാണ് ഞാൻ എന്റെ തങ്ങളെ. തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അപ്പോൾ തങ്ങളുടെ മജ്ലിസ് നടക്കുന്ന സ്ഥലം ഇതല്ല, അതൊരു മറ്റൊരു സ്ഥലമാണ് കേട്ടോ. ഇത് തങ്ങളുടെ വീടാണ്. ഒരുപാട് അഭയാർത്ഥികളും അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും വന്നിട്ട് ഇവിടെ നിന്നാണ് തങ്ങളെ കാണാനും ഒക്കെ സൗകര്യപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് കെട്ടിണ്ടാക്കിയതായിട്ട് സംഭവം. നല്ല വിശാലമായൊരു സ്ഥലം. അതോടൊപ്പം തന്നെ തങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് ഒരുപാട് മരങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ആ വീട് കണ്ട, ഇതാണ് തങ്ങളെ വീട് കേട്ടോ. ഞാൻ ലോങ്ങിൽ നിന്ന് കാണുമ്പോഴാണ് ആ വീട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ തന്നു. ഞങ്ങളെ വീട് ഇതാ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംഭവം ചെറിയൊരു 1600 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് കേട്ടോ. വലിയ വീടും അല്ല, എന്നാൽ ഒറ്റ ചെറിയൊരു വീടും അല്ല. ഇതിലൊരുപാട് സംഭവങ്ങൾ, തങ്ങളെ ആളുകൾ തങ്ങൾക്കും വേണ്ടിയിട്ട് കൊടുത്ത ഒരുപാട് സ്വതക്കകൾ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടുണ്ടാക്കിയൊരു സംഭവമാണിത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് എന്നോട് സമ്മത് തങ്ങളെ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സമ്മത് തങ്ങളെ ആ ഒരു വീടിന് താഴെ വന്ന ചോദ്യമായിരുന്നു, നമ്മളെ ഹാമിദ് തങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്നുള്ളത്. അവസരം വന്നു, യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നല്ലൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരൊക്കെ പേര് താഴെ എഴുതുക, നമുക്ക് പറ്റിയെങ്കിൽ മുമ്പിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.